പ്രതികൾക്ക് വധശിക്ഷ എന്നാണ് അറിയാൻ സാധിക്കുന്നത്. രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിലെ പ്രതികൾക്ക് വധശിക്ഷ വിധി പ്രസ്താവം വന്നിരിക്കുന്നു. പ്രതികൾക്ക് വധശിക്ഷയാണ് കോടതി വിധിച്ചിരിക്കുന്നത്. 15 പ്രതികളും കുറ്റക്കാരെന്ന് ആദ്യമേ തന്നെ കോടതി കണ്ടെത്തിയിരുന്നു. അവരുടെ ശിക്ഷാവിധിയാണ് ഇന്നത്തെ ദിവസത്തേക്ക് മാറ്റിവെച്ചിരുന്നത്. ഇന്ന് വിധി പ്രസ്താവം വന്നിരിക്കുകയാണ്. 15 പ്രതികൾക്കും രഞ്ജിത്ത് ശ്രീനിവാസൻ കൊലക്കേസിൽ പ്രതികൾക്ക് വധശിക്ഷയാണ് കോടതി വിധിച്ചിരിക്കുന്നത്. എല്ലാ പ്രതികൾക്കും വധശിക്ഷ വിധിച്ചിരിക്കുന്നു. മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് വിധി. രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിൽ അതിക്രൂരമായാണ് രഞ്ജിത്ത് ശ്രീനിവാസനെ ഒരു വിഭാഗം ആളുകൾ കൊല ചെയ്തത്. ഭാര്യയുടെയും അമ്മയുടെയും കുഞ്ഞിൻ്റെയും മുന്നിലിട്ടാണ് അതിക്രൂരമായി അദ്ദേഹത്തെ കൊലപ്പെടുത്തിയത്. മുഖം പോലും വികൃതമാകുന്ന രീതിയിൽ മൃതദേഹത്തിനോട് പോലും ഒരു കനിവ് കാണിക്കാത്ത രീതിയിലായിരുന്നു അന്ന് ആ ഒരു കൊലപാതകം ഉണ്ടായത്. ഏറെ പൈശാചികമായ ഒരു കൊലപാതകമായിരുന്നു. ഒട്ടനവധി പേരെ ഇത്തരത്തിൽ വധിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഷോർട്ട് ലിസ്റ്റുകളൊക്കെ ചെയ്തിരുന്നതാണ് പ്രതികൾ. അതിൽ ഏറ്റവും ആദ്യം ഉണ്ടായിരുന്ന പേരാണ് രഞ്ജിത്ത് ശ്രീനിവാസൻ്റേത്. അദ്ദേഹത്തെയാണ് പ്രതികൾ പൈശാചികമായി കൊലപ്പെടുത്തിയത്. ആ 15 പ്രതികളും കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. 15 പ്രതികൾക്കും വധശിക്ഷ വിധിച്ചിരിക്കുകയാണ് മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി. വിധി പ്രസ്താവം കേൾക്കാൻ രഞ്ജിത്ത് ശ്രീനിവാസന്റെ കുടുംബാംഗങ്ങൾ എത്തിയിട്ടുണ്ട്. വളരെ കുറച്ച് പേർക്ക് മാത്രം, രഞ്ജിത്ത് ശ്രീനിവാസന്റെ കുടുംബാംഗങ്ങൾക്കും വളരെ കുറച്ച് പേർക്ക് മാത്രമാണ് കോടതിയിലേക്ക് പ്രവേശനം അനുവദിച്ചിട്ടുള്ളത്. ഏറെ നിർണായകമായ വിധിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. 15 പ്രതികൾക്കും വധശിക്ഷ വിധിച്ചിരിക്കുന്നു. രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസുമായി ബന്ധപ്പെട്ട 15 പ്രതികളും കുറ്റക്കാരെന്ന കോടതി നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു. വിധി പ്രസ്താവം ഇന്ന് ഏറെ നിർണായകമായ ഒരു ദിവസത്തിൽ തന്നെയാണ് വിധി പ്രസ്താവം വന്നിരിക്കുന്നത്.